നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് സ്വാഗതം. നമ്മൾ നോക്കുമ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ന്യൂസ് പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ RBI ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ഒരുപക്ഷെ നിങ്ങൾ വാർത്തയിലൊക്കെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ RBI ഗവർണർ, പുതിയ RBI ഗവർണറെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ പറഞ്ഞ RBI ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ബേസിക് ടെന്യൂർ എത്രത്തോളമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ആ ഒരു ടോപ്പിക്ക് നമ്മൾ എസ്പെഷ്യലി പ്രിലിംസിന്റെ പെർസ്പെക്ടീവിലായിരിക്കും ആ ഒരു ഫസ്റ്റ് ടോപ്പിക്ക് പഠിക്കുന്നത്. അത് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ആ ഒരു ടോപ്പിക്കിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടോപ്പിക്ക് വുമൺ എംപവർമെന്റ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഒക്കെ എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടിട്ട് ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ഒരു പദ്ധതിയാണ് ഭീമ സഖി സ്കീം എന്ന് പറയുന്നത്. ഇത് ഗവൺമെന്റിന്റെ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഈ ഒരു സ്കീം റൺ ചെയ്യാൻ പോകുന്ന, ഈ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന LIC ആണ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ്. അപ്പോൾ LICയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ വുമൺ എംപവർമെന്റ്, അതുപോലെ തന്നെ സ്ത്രീകൾക്കിടയിൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഒക്കെ തന്നെ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവതരിപ്പിച്ച ഒരു സ്കീമാണ്. ഇന്നലെ ഈ പറഞ്ഞ പ്രധാനമന്ത്രി ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ് വാർത്ത വന്നിരുന്നത്. സോ ആ ഒരു സ്കീമിനെ കുറിച്ച് എന്തൊക്കെയാണ് അതിന്റെ ബേസിക് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണം. ഈ ഒരു ടോപ്പിക്കും പ്രിലിംസ് തന്നെയാണ്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ആ ഒരു ടോപ്പിക്കിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തെ ടോപ്പിക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പർ, ഹിന്ദു ന്യൂസ് പേപ്പറിലെ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ് റൈറ്റ് ടു ഡിസ്കണക്ട് എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ റൈറ്റ് ടു ഡിസ്കണക്ട് എന്നുള്ളൊരു ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി നമുക്ക് മാറ്റണം എന്നുള്ള രീതിയിലേക്ക് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും എന്താണ് ഇവിടെ റൈറ്റ് ടു ഡിസ്കണക്ട് കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ മെയിൻലി എന്താണ് നമ്മൾ മീൻ ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റൈറ്റിന്റെ ആവശ്യകത എന്താണെന്നുള്ള ഒരു പോയിന്റ് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഗവൺമെന്റ് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ മെയിൻ റിലേറ്റഡ് ആയിട്ട് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആ ടോപ്പിക്കിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ദെൻ നാലാമത്തെ ടോപ്പിക്ക് ഒരു സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബട്ട് സയൻസിന് ഉപരിയായിട്ട് അത് ഇന്ത്യയിലെ ഇപ്പം എസ്പെഷ്യലി ഇപ്പോൾ ഇന്ത്യ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഫാക്ടുകൾ ആ ഒരു ആർട്ടിക്കിളിനകത്ത് ഉണ്ടായിരുന്നു. അവിടങ്ങളിൽ എസ്പെഷ്യലി ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽത്ത്, ആളുകളുടെ ഈ പറഞ്ഞ ആരോഗ്യമായിട്ട് കൺസേൺ ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ്. ബിക്കോസ് പൗൾട്രി ഇൻഡസ്ട്രി നമ്മൾ പറഞ്ഞ പോലെ മീറ്റ് പ്രോഡക്ട്സ് ഒക്കെ ബേസിക്കലി ഇവിടെ വരുന്നതാണ്. അപ്പോൾ ആ ഒരു പൗൾട്രി ഇൻഡസ്ട്രിയിൽ വർദ്ധിച്ചു വരുന്ന ഈ പറഞ്ഞ ആന്റിബയോട്ടിക്സിന്റെ യൂസേജസിനെ കുറിച്ചിട്ടാണ് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ദെൻ ഈ ടോപ്പിക് എല്ലാം ഡിസ്കസ് ചെയ്തതിനു ശേഷം നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ ഒരു മോഡൽ MCQ കൂടെ സോൾവ് ചെയ്തായിരിക്കും നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ, റവന്യൂ സെക്രട്ടറി സഞ്ജയ് മൽഹോത്ര അപ്പോയിന്റഡ് ടു ബി എസ് റിസർവ് ബാങ്ക് ഗവർണർ എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന നമ്മുടെ RBI ഗവർണർ ശക്തികാന്ത ദാസ്, അദ്ദേഹത്തിന്റെ ടേം അവസാനിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ശേഷം ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് കുറച്ച് ദിവസം കൂടി ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ അതിന് ശേഷമായിരിക്കും ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ അധികാരത്തിലേക്ക് കയറുന്നത്. ഇനിവേ പുതിയ RBI ഗവർണറെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിരിക്കും എന്നുള്ളതാണ് വാർത്ത വരുന്നത്. ഇവിടുന്ന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട RBI ഗവർണർ ടെന്യൂർ എന്ന് മനസ്സിലാക്കിയിരിക്കണം. കാരണം അത്ര സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പോലും ഒരു സ്റ്റേറ്റ്മെന്റ് പ്രതീക്ഷിക്കാം. RBI ഗവർണർക്ക് ഫിക്സഡ് ആയിട്ടുള്ള 5-year ടെന്യൂർ ആണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിക്സഡ് ആയിട്ട് 3-year ടെന്യൂർ ആണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിന് ഇഷ്ടമുള്ള അത്ര നാൾ വേണമെങ്കിൽ RBI ഗവർണറെ പ്ലേസ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ രീതിയിൽ ഈ പറഞ്ഞ പോലെ വളരെ സിമ്പിൾ, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ സിമ്പിൾ ആണെന്ന് തോന്നും. എന്നാൽ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ നമ്മൾ പലപ്പോഴും വിട്ട് കളയുന്ന കാര്യങ്ങളുമാണ്, അത്ര പ്രാധാന്യം കൊടുക്കാതെ കളയുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അണ്ടർലൈനിങ് ആയിട്ട് ഈ ഒരു ആർട്ടിക്കിൾ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഈ ഒരു ആർട്ടിക്കിളിന്റെ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ബാക്കി കാര്യങ്ങൾ നമുക്ക് അധികം ആവശ്യമില്ലെങ്കിലും നമുക്ക് എക്സാം റിലേറ്റഡ് എന്തൊക്കെ കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ RBI ഗവർണർ എന്നുള്ള ഒരു പൊസിഷന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് തന്നെയാണ് RBI എന്ന് പറയുന്ന സ്ഥാപനം, അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം ഒറിജിനലി പറഞ്ഞ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. 1934 RBI അഥവാ റിസർവ് ബാങ്ക്, അന്ന് ജസ്റ്റ് റിസർവ് ബാങ്ക് എന്നുള്ള പേരായിരുന്നു. റിസർവ് ബാങ്ക് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് 1934. അപ്പോൾ ആ 1934 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ്. അതിനുശേഷം 1949 ഈ പറഞ്ഞ പോലെ നമ്മൾ റിസർവ് ബാങ്കിനെ നമ്മൾ ഇന്ത്യൻ ഇതാക്കി, മീൻസ് നാഷണലൈസ് ചെയ്ത് എന്നുള്ള കാര്യം ഓർക്കുക. അങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളതായി അണ്ടർ ദ റിസർവ് ബാങ്ക് ട്രാൻസ്ഫർ ഓഫ് പബ്ലിക് ഓണർഷിപ്പ് ആക്ട് ഓഫ് 1948 പ്രകാരമാണ് റിസർവ് ബാങ്കിനെ നമ്മൾ നാഷണലൈസ് ചെയ്തത് 1949. സോ ഇത് 1934 ഇങ്ങനെ ഒരു സ്ഥാപനം വരാനിടയായത് ഇവിടെ ഉണ്ടായിരുന്നത് 1926 രൂപീകരിച്ച ഹിൽട്ടൺ യങ് കമ്മീഷന്റെ റെക്കമെൻഡേഷനിലൂടെയാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കും. അപ്പം ഏത് കമ്മീഷനാണ് RBIയുടെ റെക്കമെൻഡേഷന് വഴിതിരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിൽട്ടൺ യങ് കമ്മീഷനാണ് 1926 ബ്രിട്ടീഷേഴ്സിന്റെ കാലഘട്ടത്തിൽ അപ്പോയിന്റ് ചെയ്ത ഒരു കമ്മീഷനായിരുന്നു അത്. ഓക്കെ, സോ ഇതാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുവാണെങ്കിൽ. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ RBI എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മെയിൻലി പറഞ്ഞ പോലെ 4 ലോക്കൽ ബോർഡുകളുള്ളത്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഒന്ന് ഈ പറഞ്ഞ പോലെ മുംബൈയിലും ഡൽഹിയിലും കൽക്കട്ടയിലും ചെന്നൈയിലും. അതിൽ RBIയുടെ ആസ്ഥാനം അഥവാ പ്രധാനപ്പെട്ട ഏരിയ അല്ലെങ്കിൽ RBI ഗവർണറൊക്കെ ഇരിക്കുന്ന ഓഫീസ് എവിടെയെന്ന് ചോദിച്ചാൽ ഈ മുംബൈയിൽ തന്നെയാണ്. സോ RBIക്ക് 4 ലോക്കൽ ബോർഡ് ഉണ്ട്, മുംബൈയിൽ, ഡൽഹിയിൽ, കൽക്കട്ടയിലും ചെന്നൈയിലാണ് ഉള്ളത്. ഈ 4 ഇടങ്ങളിലായിട്ട് ഓരോരോ ഈ പറഞ്ഞ പോലെ ബോർഡ് ഡയറക്ടേഴ്സും ഉണ്ടാവും. ഓക്കെ, ഐ മീൻ ഈ പറഞ്ഞ പോലെ ഒരു ഡെപ്യൂട്ടി ഡയറക്ടേഴ്സ് എന്നുള്ള നിലയിലാണ്. ഇവരുടെ എല്ലാം മുകളിലാണ് ആര് വരുന്നത്? ഒരു ഗവർണർ വരുന്നത്. അപ്പോൾ RBI എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് ഗവർണർ, പിന്നെ ഈ പറഞ്ഞ ഗവർണർ ആയിരിക്കും ടോപ്പിൽ വരുന്നത്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ മറ്റ് 4 ലോക്കൽ ബോർഡിൽ ഈ പറഞ്ഞ പോലെ ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഉണ്ടാവും. ഇവരെല്ലാവരും കൂടെ ചേർന്ന്, പിന്നെ ഈ പറഞ്ഞ ഇവരെയൊക്കെ സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ട് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, 15 പേര്. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ്
RBIയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. RBIയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കോൾഡ് ബി ആസ് ദ മോണിറ്ററി പോളിസീസ് ഓഫ് RBI. അപ്പോൾ അങ്ങനെയുള്ള പണസംബന്ധമായുള്ള തീരുമാനങ്ങൾ, പലിശ നിരക്കുകൾ കൂട്ടണോ കുറയ്ക്കണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനം എടുക്കുന്ന ഈ RBIയുടെ ഈ ഒരു ഘടകമാണെന്നുള്ള കാര്യം ഓർക്കാം. സോ ഇതിനകത്ത് RBIയുടെ ഒബ്ജക്റ്റീവ്സും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കും. എന്തൊക്കെയാണ് RBI ആക്ട് ഓഫ് 1934 പ്രകാരം? ഇതാണ് RBIയുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പ്രിയാമ്പിൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ RBIയുടെ പ്രിയാമ്പിൾ ടു RBI ആക്ട് ഓഫ് 1934 പ്രകാരം RBIയുടെ ഫംഗ്ഷൻസും ഒബ്ജക്റ്റീവ്സും എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കറൻസിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പറഞ്ഞ കറൻസീസ് എന്ന് പറയുമ്പോഴേക്കും കറൻസീസ് രണ്ട് രീതിയിലാകാം, നോട്ടുകളാകാം, കോയിൻസ് ആകാം. ഇതിൽ രണ്ടായാലും കറൻസീസ് ആയാലും നോട്ടുകളായാലും ഇവിടെ നമ്മൾ കൃത്യമായിട്ടും മാർക്കറ്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന RBI മുഖാന്തരമാണ്. പക്ഷേ പ്രിന്റ് ചെയ്യുന്നതിന് മാത്രം വ്യത്യാസമുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടാവും. നമുക്ക് എല്ലാ കറൻസീസും പ്രിന്റ് ചെയ്യുന്ന RBI ആണെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എല്ലാ നോട്ടുകളും പ്രിന്റ് ചെയ്യുന്ന RBI ആണെന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് ₹1 നോട്ട് അതിനകത്ത് എക്സംഷൻ ഉണ്ട്. ബിക്കോസ് ₹1 നോട്ട് പ്രിന്റ് അടിക്കുന്നത് നമ്മുടെ ഫിനാൻസ് മിനിസ്ട്രിയാണ് പ്രിന്റ് അടിക്കുന്നത്. അതേ സ്ഥാനത്ത് ബാക്കി കറൻസി നോട്ടുകളൊക്കെ തന്നെ നമ്മൾ പ്രിന്റ് അടിക്കുന്ന RBIയുടെ ഏതെങ്കിലും പ്രിന്റിംഗ് പ്രസ്സുകളിലൊക്കെ ആയിട്ടായിരിക്കും. അതിലൊക്കെ തന്നെ നമ്മൾ യൂഷ്വലി ഇപ്പം നമ്മുടെ കൈകളിൽ കൂടെ കടന്നു പോകുന്ന 10 രൂപ ആയിക്കോട്ടെ, 20 രൂപ ആയിക്കോട്ടെ, അല്ലെങ്കിൽ 50 രൂപയുടെ നോട്ടുകളൊക്കെ ആണല്ലോ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിൽ ഈ പറഞ്ഞ RBI ഗവർണർ ആ ഒരു നോട്ട് അച്ചടിച്ച സമയത്ത് RBI ഗവർണർ ആരാണോ RBI ഗവർണറിന്റെ ഒപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ബട്ട് ₹1 നോട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫിനാൻസ് സെക്രട്ടറിയുടെ ഒപ്പാണ്. അതുപോലെ തന്നെ കോയിൻസ് ആണെങ്കിലും മിന്റ് ചെയ്യുന്ന ഫിനാൻസ് മിനിസ്ട്രിയുടെ മിന്റിംഗ് സ്റ്റേഷൻസിലാണ്. അത് പക്ഷേ ഇഷ്യൂ ചെയ്യുന്ന നാട്ടിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ RBI മുഖാന്തരം എന്നുള്ള കാര്യം നോക്കാം. ഇവിടെ കറൻസീസ് ഈ പറഞ്ഞ പോലെ റെഗുലേറ്റ് ചെയ്യുന്നതും ഇഷ്യൂ ചെയ്യുന്നു, ബാങ്ക് നോട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതും അതിൻ്റെയൊക്കെ തന്നെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് ആരാണ്? RBI ആണെന്നുള്ള കാര്യം ഓർക്കാം. അതുവഴി പറഞ്ഞാൽ ആക്ച്വലി ഇങ്ങനെ കറൻസീസ് ഒക്കെ തന്നെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്ത് തന്നെയാണ്? മോണിറ്ററി സ്റ്റെബിലിറ്റി ഓഫ് എ കൺട്രിയാണ്. ആവശ്യത്തിന് പൈസ ഇല്ല എങ്കിൽ കൃത്യമായിട്ട് മണി നമ്മൾ ഇൻഫ്യൂസ് ചെയ്ത് കൊടുക്കും. ആവശ്യത്തിൽ കൂടുതൽ പൈസ നമ്മുടെ എക്കണോമിയിൽ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ നമ്മൾ സക്കൗട്ട് ചെയ്ത് മാറ്റി ഈ പറഞ്ഞ പോലെ എക്കണോമിയെ സ്റ്റേബിൾ ആക്കി മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ ആവശ്യത്തിന് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് RBI ശ്രമിക്കാറുണ്ട്. ബിക്കോസ് ഒരു ഇൻസ്റ്റബിലിറ്റി സിറ്റുവേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ തന്നെ എന്തിനാണ് ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഡോളറൊക്കെ ആണല്ലോ അല്ലെങ്കിൽ മറ്റ് വിദേശ നാണ്യങ്ങളൊക്കെ ആണല്ലോ RBI കരുതൽ ശേഖരമായിട്ട് ഫോറിൻ കറൻസി റിസർവുകളായിട്ട് സൂക്ഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങാനും വിദേശത്തൊരു ഈ പറഞ്ഞ എക്കണോമിക് ഇമ്പാക്ട് ഉണ്ടായി കഴിഞ്ഞാൽ മീൻസ് ഓൾ ഓഫ് എ സഡൻ പിന്നീട് നമ്മൾ കണ്ട പോലെ FPI എന്ന് പറഞ്ഞാൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ആണ്. അവർ പെട്ടെന്ന് ഇന്ത്യയിൽ വിട്ട് പോകാൻ സാധ്യതയുള്ളവരൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് ഇന്ത്യ വിട്ട് പോകുമ്പോഴേക്കും നമ്മുടെ കറൻസി നോർമലി പറയുവാണെങ്കിൽ ഡിപ്രീഷിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരുപാട് ഡിപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് മാർക്കറ്റിലേക്ക് RBI വന്നിട്ട് ഡോളർ സെല് ചെയ്യാറുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് RBIയുടെ ഫോറിൻ റിസർവും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതുവഴി പറഞ്ഞ മാർക്കറ്റിലെ ഇൻഫ്ലേഷൻ പറഞ്ഞാൽ നമുക്ക് നിലവിൽ 2-6% ആണല്ലോ, 4% +or-2 എന്ന് പറയുന്നത് 2-6% ആയിരിക്കണം ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ നിലനിൽക്കേണ്ടത്. അപ്പോൾ ഈ ലെവലിലൊക്കെ തന്നെ ഇൻഫ്ലേഷനെ പിടിച്ചു നിർത്തുന്നതിനുള്ള നടപടികളൊക്കെ തന്നെ കൈക്കൊള്ളുന്നത് RBI ആണ്. അപ്പോൾ RBIയുടെ പ്രധാനപ്പെട്ട 4 ഒബ്ജക്റ്റീവ്സ് ആണ്: കറൻസി മെയിൻറ്റെയിൻ ചെയ്യുക, മോണിറ്ററി സ്റ്റെബിലിറ്റി, മെയിൻറ്റെയിൻ റിസർവ്സ് ആൻഡ് പ്രൈസ് സ്റ്റെബിലിറ്റി എന്നുള്ള കാര്യം ഓർക്കുക. ഇതാണ് RBI ആക്ട് ഓഫ് 1934 പ്രകാരമുള്ള RBIയുടെ ഫംഗ്ഷൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഇനി ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ RBI ഗവർണർ അപ്പോയിൻമെന്റ് ഇതാണല്ലോ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത്. RBI ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്ന മെയിൻലി ഒരു ഈ പറഞ്ഞ ഓൾറെഡി നമ്മൾ പറഞ്ഞു RBI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണർ, പിന്നെ 4 ഡെപ്യൂട്ടി ഡയറക്ടേഴ്സ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണുള്ളത്. ഇവരെല്ലാം തന്നെ ഈ പറഞ്ഞ അപ്പോയിന്റ് ചെയ്യുന്നത് ആര് തന്നെയാണ്? സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ്. അപ്പോൾ RBI ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് എന്നുള്ള കാര്യം ഓർക്കാം. RBI ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ഒരു സെർച്ച് കമ്മിറ്റി ഉണ്ടാവും. ആരായിരിക്കണം അടുത്ത RBI ഗവർണർ എന്നുള്ളതിനെ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫിനാൻഷ്യൽ സെക്ടർ റെഗുലേറ്ററി അപ്പോയിന്റ്മെന്റ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കും. ഈ കമ്മിറ്റി ഈ പറഞ്ഞ ലിസ്റ്റ് ഓഫ് നെയിംസ് ഈ പറഞ്ഞ എലിജിബിൾ പേഴ്സൺസിന്റെ ഒരു ലിസ്റ്റ് ഓഫ് നെയിംസ് ഈ പറഞ്ഞ പോലെ തയ്യാറാക്കും. ആ ഒരു നെയിംസ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഫൈനലൈസ് ചെയ്യുന്ന ആ ഒരു നെയിംസ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഈ കമ്മിറ്റിക്കകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബിനറ്റ് സെക്രട്ടറി ഉണ്ടാവും, അതുപോലെ കറണ്ട് RBI ഗവർണർ, ഫിനാൻഷ്യൽ സർവീസ് സെക്രട്ടറി ഉണ്ടാവും, ദെൻ ഈ പറഞ്ഞ പോലെ 2 ഇൻഡിപെൻഡന്റ് മെമ്പേഴ്സ്. അപ്പോൾ ആരൊക്കെയാണ് ആ കമ്മിറ്റിക്കകത്തുള്ളത്? ക്യാബിനറ്റ് സെക്രട്ടറി, കറണ്ട് RBI ഗവർണർ ഉണ്ടാവും, ഫിനാൻഷ്യൽ സർവീസ് സെക്രട്ടറിയും, പിന്നെ 2 ഇൻഡിപെൻഡന്റ് മെമ്പേഴ്സും അതിനകത്ത് ഉണ്ടാവും. ഇവർ ചേർന്നിട്ട് ആ കണ്ടെത്തിയ ലിസ്റ്റിനകത്ത് ഈ പറഞ്ഞ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, ഇന്റർവ്യൂ ഒക്കെ നടത്തി ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആളുടെ പേരായിരിക്കും എങ്ങോട്ടേക്ക് കൊടുക്കുന്നത്? ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ അപ്പോയിന്റ്മെന്റ്സിലേക്ക് കൊടുക്കുന്നത്. ഈ ക്യാബിനറ്റ് കമ്മിറ്റി അപ്പോയിന്റ്മെന്റ്സ് ഹെഡ് ചെയ്യുന്ന ആരാണ്? പ്രൈം മിനിസ്റ്റർ എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. എന്നിട്ട് ആ ഒരു കമ്മിറ്റി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആളുകളിൽ നിന്നും ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ അപ്പോയിന്റ്മെന്റ്സ് ഈ പറഞ്ഞ പോലെ ആ ഒരു മോസ്റ്റ് എലിജിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ഈ പറഞ്ഞ പോലെ ഗവർണറായിട്ട് ചൂസ് ചെയ്ത് അപ്പോയിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അപ്പോയിന്റ് ചെയ്യുമ്പോൾ നമുക്ക് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇവരുടെ ടെന്യൂർ ആണ്. അപ്പോയിന്റ്മെന്റ് സെൻട്രൽ ഗവൺമെന്റ് ആണ് നമ്മൾ പഠിച്ചു. ടെന്യൂർ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. 5 ഇയേഴ്സ് കൊടുക്കാം, അല്ല എങ്കിൽ ഓർ എ ടേം വിച്ച് സെൻട്രൽ ഗവൺമെന്റ് മേ ഫിക്സ് വൈൽ അപ്പോയിന്റിംഗ് ദം. ഇപ്പം പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന RBI ഗവർണർക്ക് കൊടുത്തിരിക്കുന്ന 3 ഇയർ ടെന്യൂറാണ് കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് ഒന്നെങ്കിൽ 5 വർഷം, അല്ലെങ്കിൽ ഈ പറഞ്ഞ എത്രയാണോ വർഷം നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ തീരുമാനിക്കാം. ഒന്നെങ്കിൽ 2 ആകാം, അല്ലെങ്കിൽ 3 ആകാം. അങ്ങനെ ഒരു ടേം വിച്ച് സെൻട്രൽ ഗവൺമെന്റ് മേ ഫിക്സ് വൈൽ അപ്പോയിന്റിംഗ് ദം. ടെന്യൂർ ഓഫ് ദ ഗവർണർ ഓഫ് RBI ക്യാൻ ഓൾസോ ബി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഓർക്കണം. അതിന് ഉദാഹരണമാണ് ഇപ്പം നിലവിലുള്ള RBI ഗവർണർ ശക്തികാന്ത ദാസ്. അദ്ദേഹത്തിന്റെ സെക്കൻഡ് ടെന്യൂർ ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി
ഒന്ന് അവൈൽ ചെയ്ത ഒരു 10 year കഴിഞ്ഞിട്ട് വീണ്ടും വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെന്റിന് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം എന്നുള്ള കാര്യം ഓർക്കാം. ശക്തികാന്തദാസിനാണെങ്കിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ പറഞ്ഞുകൊണ്ടിരുന്നത് നിലവിൽ ഒരു 10 year കൂടെ കിട്ടിയേക്കാം എന്നൊരു സൂചനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ ഗവർണറെയാണ് ഗവൺമെന്റ് ഇപ്പോൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് ഓർക്കണം കേട്ടോ. ഈ 10 year എന്നുള്ള പോയിന്റ് പ്രിലിംസ് നമുക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ ഈ കമ്മിറ്റി, ഇവരെ സെലക്ട് ചെയ്യുന്ന കമ്മിറ്റി, ഫിനാൻഷ്യൽ സെക്ടർ റെഗുലേറ്ററി അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി, അതിലെ അംഗങ്ങൾ ഓർത്തിട്ടാൽ മതി. അതിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാം, കറണ്ട് ആർ ബി ഐ ഗവർണർ അതിലെ ഒരു അംഗമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാ, ബിക്കോസ് കറണ്ട് ആർ ബി ഐ ഗവർണർ അതിനകത്ത് അംഗമുണ്ട് കേട്ടോ. അത്രയും കാര്യമാണ് കൃത്യമായിട്ടും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. PM ലോഞ്ചസ് ബീമ ശക്തി ടു ഹെൽപ്പ് വുമൺ ഏൺ അപ് ടു ₹1.7 lakh പെർ ഇയർ സെല്ലിംഗ് ഇൻഷുറൻസ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക്സിനകത്ത് വരുമെങ്കിൽ പോലും അതേപോലെ തന്നെ ഇതിനകത്ത് സോഷ്യൽ സെക്ടർ മീൻസ് എസ്പെഷ്യലി സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള വിഷയത്തിനെ നോക്കുമ്പോഴേക്കും വുമൺ എംപവർമെന്റ് ആസ്പെക്റ്റിൽ നമുക്ക് ഈ ടോപ്പിക്കിനെ പഠിക്കാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ സോഷ്യൽ ജസ്റ്റിസിനകത്ത് വുമൺ എംപവർമെന്റ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴേക്കും അവിടെ എക്സാമ്പിൾസ് ആയിട്ട് വേണമെങ്കിൽ ഈ ഭീമ സഖി എന്നുള്ള ആ ഒരു ടോപ്പിക്ക് നമുക്ക് കോട്ട് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ബിക്കോസ് ഈ ഒരു ടോപ്പിക് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഭീമ സഖി എന്നുള്ള ആ ഒരു സ്കീം മെയിൻലി റൺ ചെയ്യുന്നത് ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞാൽ പോലും അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് LIC ആണ് കേട്ടോ. LIC ആണ്. ഇപ്പം പരീക്ഷയ്ക്ക് വേണമെങ്കിൽ തെറ്റിച്ച് ചോദിക്കാം, ഇത് ലോഞ്ച് ചെയ്ത മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആണ്, അല്ലെങ്കിൽ വുമൺ എംപവർമെന്റ് മിനിസ്ട്രി ആണ്, ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിച്ച് ചോദിക്കാം. അവരല്ല, LIC ആണ് ഈ സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അത് പ്രൈം മിനിസ്റ്റർ ലോഞ്ച് ചെയ്തു, അവതരിപ്പിച്ചു എന്നത് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പോൾ LICയുടെ ഒരു പ്രധാനപ്പെട്ട സ്കീമാണ്. എന്തിനു വേണ്ടിയുള്ള സ്കീമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീ മീൻസ് വുമൺ എംപവർമെന്റും അതുപോലെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എമംഗ് വുമൺസ് ഈ പറഞ്ഞ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ഓർത്തിരിക്കാം. ഈ സ്കീം പ്രകാരം ഈ പറഞ്ഞ പോലെ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കീം ഈസ് ഓപ്പൺ ടു എനി വുമൺ കേട്ടോ. എനി വുമൺ എഡ്യൂക്കേറ്റഡ് അപ് ടു ക്ലാസ് 10, 10th ക്ലാസ് വരെ യോഗ്യതയുള്ള സ്ത്രീകൾക്ക്, ആൻഡ് ദാറ്റ് ടു ഏജ് ബിറ്റ്വീൻ 18 to 70 years ഏജ് ബ്രാക്കറ്റിലുള്ള ആളുകൾക്കാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം 18 to 60 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റിച്ചൊക്കെ കാണാറുണ്ട് പലപ്പോഴും ചോദ്യത്തിനകത്ത് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിനകത്ത് 18 to 17 yearsലുള്ള ക്ലാസ് 10 വരെയുള്ള സ്ത്രീകൾക്കാണ് മെയിൻലി ഈ സ്കീമിലൂടെ ഓപ്പൺ ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്ലൈ ചെയ്ത് കഴിയുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ 2 ലക്ഷം പേർക്ക്, അതിനകത്ത് ഈ പറഞ്ഞ പോലെ 2 ലക്ഷം പേരെയാണ് തുടക്കത്തിൽ എടുക്കുന്നതെന്നാണ് പറയുന്നത്. എനിവേ അപ്ലൈ ചെയ്യുന്നതിനകത്ത് 2 ലക്ഷം ആളുകളെ തിരഞ്ഞെടുക്കുന്ന സ്ത്രീകളിൽ നിന്നും ഈ പറഞ്ഞവർക്ക് ട്രെയിനിങ് കൊടുക്കും. ട്രെയിനിങ്ങിന്റെ സമയത്ത് ട്രെയിനിങ് പീരീഡ് എന്ന് പറയുമ്പോൾ ഒരു 3 year ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും. ഡ്യൂറിംഗ് ദ 3 year ട്രെയിനിങ് പീരീഡിൽ നമുക്ക് സ്റ്റൈഫൻഡ് പോലെ ഓരോ വർഷം ഈ പറഞ്ഞ ഫസ്റ്റ് ഇയറിൽ 7,000 രൂപ, ഫസ്റ്റ് ഇയറിൽ ഓരോ മാസവും 7,000 രൂപ, പിന്നെ അടുത്ത സെക്കൻഡ് ഇയറിലത് ഈ പറഞ്ഞ പോലെ 6,000 രൂപ, 5,000 രൂപ, അങ്ങനെയൊക്കെയുള്ള ഓരോ ഇയേഴ്സിൽ ഈ പറഞ്ഞ പോലെ റെസ്പെക്റ്റീവ് ട്രെയിനിങ് പീരീഡിന്റെ സമയത്ത് ഒരു സ്റ്റൈഫൻഡ് പോലെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ദെൻ ഈ പറഞ്ഞ പോലെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ അതുപോലെ തന്നെ മീൻസ് അതിന് ട്രെയിനിങ് പൂർത്തിയായതിനു ശേഷം മെയിൻലി പറഞ്ഞ പോലെ LIC ഏജൻസ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അത്തരത്തിൽ വർക്ക് ചെയ്യുമ്പോഴേക്കും എനിവേർ ഈ പറഞ്ഞ പോലെ കമ്മീഷൻസ് ഒക്കെ ആയിട്ട് മിനിമം ഗവൺമെന്റിലൂടെ പറയുന്ന 15,000 ഒക്കെ തന്നെ പെർ മന്ത് കമ്മീഷൻസ് ആയിട്ട് നേടിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഓൾ ഓവർ മൊത്തത്തിൽ കൂട്ടിയിട്ടാണ് ഈ ഭീമ സഖി എന്നുള്ള സ്കീമിൽ എൻറോൾ ചെയ്യുന്ന ആളുകൾക്ക് പെർ ഇയർ 1.75 lakh rupeesന്റെ ഒരു അഡ്വാൻറ്റേജസ് ആയിരിക്കും അവിടെ കിട്ടുന്നത് എന്നുള്ളതാണ് ഗവൺമെന്റ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എനിവേ ഈ പറഞ്ഞ പോലെ വുമൺ എംപവർമെന്റ് ഒക്കെ നല്ല ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ബിക്കോസ് ഇന്ത്യയിൽ നമുക്ക് 2047 ആകുമ്പോൾ നമ്മൾ എല്ലാ ക്ലാസ്സുകളും പറയുന്നത് ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറണമെങ്കിൽ കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ജനറേറ്റ് ചെയ്യണം. അതിലൊരു നല്ല മാർഗ്ഗമായിട്ട് പറയാം. പിന്നെ ഇതുപോലെ ഈ പറഞ്ഞ പോലെ വീടുകളിലാണ് സ്ത്രീകൾക്ക് കൂടുതൽ ജോലി കിട്ടുമ്പോൾ ആ കുടുംബത്തിന്റെ വരുമാനം, ഹൗസ് ഹോൾഡ് ഇൻകം ഈ പറഞ്ഞ പോലെ വർദ്ധിക്കുന്നത് നമുക്ക് പറയാം. അങ്ങനെ വർദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, പ്രായമായ ആളുകൾക്ക് നല്ല ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, അങ്ങനെയൊക്കെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്റ്റാൻഡേർഡ് ഒക്കെയാണല്ലോ ഒരുക്കി കൊടുക്കാനായിട്ട് ഇങ്ങനെയുള്ള സ്കീമുകൾക്ക് സാധിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇനി ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ 10th വരെയുള്ള കുട്ടികൾക്കാണ് മെയിൻലി 10th ക്ലാസ് വരെയുള്ളതാണ് ഇവിടെ എഡ്യൂക്കേറ്റഡ് അപ് ടു 10th ആണ് പറയുന്നത്. ഇനി ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ട്രെയിനിങ് ദേ ക്യാൻ വർക്ക് ആസ് LIC ഏജൻസി, ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ അഡീഷണലി ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഭീമ സഖീസിന് മീൻസ് ഗ്രാജുവേറ്റ് ഡിഗ്രീസ് ഉള്ള ഭീമ സഖീസിന് അവർക്ക് പതിയെ ഈ പറഞ്ഞ പോലെ ഡെവലപ്മെന്റ് ഓഫീസേഴ്സ് റോൾ, LICയിൽ ഡെവലപ്മെന്റ് ഓഫീസർ റോളിലേക്കും കയറാനായിട്ടുള്ള ഒരു സാധ്യതയും ഈ ഒരു സ്കീമിനകത്ത് LIC പറയുന്നുണ്ട്. സോ ഇത്രയാണ് മെയിൻലി ഈ ഒരു ടോപ്പിക്കിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. ഇത് പ്രിലിംസിന്റെ ബേസിൽ അവിടെ ഓർത്തിരുന്നാൽ മതി. പ്രിലിംസിന്റെ ബേസിൽ ഓർക്കണം ഭീമ സഖി എന്ന് പറയുന്നത് LICയുടെ പോയിന്റ് ഓഫ് LIC ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ 1.75 lakh പെർ ഇയർ അതൊന്നും ചോദിക്കാൻ സാധ്യത ഉണ്ടാവില്ല. ഇത് ഓർത്തിരിക്കുക. ഏജ് ബ്രാക്കറ്റ് സ്ത്രീകൾക്കാണ് ഇതിനകത്ത് എൻറോൾ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ് ടു ഏജ് ബിറ്റ്വീൻ 18 to 70, 18 മുതൽ 70 ഇയേഴ്സിലുള്ള ആളുകൾക്കാണ് എൻറോൾ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ക്ലാസ് 10 വരെയുള്ള ആളുകളെയാണ് ആദ്യമായിട്ട് ഇതിനകത്ത് ലക്ഷ്യം വെക്കുന്ന കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. സോ ഇത്രയാണ്. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്കീം ചോദിച്ചാൽ ആസ് ഇന്ത്യ എയിംസ് ടു അച്ചീവ് സ്റ്റാറ്റസ് ഓഫ് ഡെവലപ്ഡ് നേഷൻ ബൈ 2047. ആ ഒരു സമയത്ത് ഇൻഷുറൻസ് ഫോർ ഓൾ എന്നുള്ളൊരു കൺസെപ്റ്റ് കൃത്യമായിട്ടും കിട്ടണം. കാരണം വേറെ ഒന്നുമില്ല, നമുക്കിപ്പം ഹോസ്പിറ്റലിലേക്കാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ പോകുന്ന ഒരു മേഖലയാണ് ഹോസ്പിറ്റൽ കാര്യങ്ങൾ. അപ്പോൾ അവിടങ്ങളിലേക്കൊക്കെയാണെങ്കിൽ ഇത്തരത്തിൽ ഇൻഷുറൻസിന്റെ പെൻട്രേഷൻ ലെവൽ ഇന്ത്യയിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഭീമ സഖി എന്നുള്ള ആ ഒരു
സ്കീമിലൂടെ LIC ആണെങ്കിലും ഉദ്ദേശിക്കുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നത്. ഇനി നമ്മുടെ എഡിറ്റോറിയൽ പേജിൽ ആർട്ടിക്കിളാണ് ഇന്ത്യൻസ് നീഡ് ദ റൈറ്റ് ടു ഡിസ്കണക്ട് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ആർട്ടിക്കിൾ നമ്മുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ ടു ഗവേണൻസിന്റെ പെർസ്പെക്റ്റീവിൽ പഠിക്കുന്ന ആർട്ടിക്കിളാണ്. ബിക്കോസ് ഈ ഒരു ആർട്ടിക്കിൾ ഇന്ന് വരാൻ കാരണം വേറൊന്നുമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ വാർത്തയിൽ കണ്ട ഒരു ഈ പറഞ്ഞ വളരെ ദൗർഭാഗ്യപരമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നല്ലോ. EYയിൽ ഏണസ്റ്റ് ആൻഡ് യങ്ങിൽ ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഈ പറഞ്ഞ പോലെ ഒരു വുമൺ ഈ പറഞ്ഞ പോലെ ആ, ആ, മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു മീൻസ് അത് പലപ്പോഴും പറയാറുണ്ട്, ഇവിടെ ഓവർ വർക്ക് ലോഡ് കാരണം വർക്ക് പ്രഷർ മൂലമാണ് ആ ഒരു സ്ത്രീക്ക് ആ ഒരു വുമൺ ഈ പറഞ്ഞ പോലെ മരണമടയേണ്ടി വന്നത് എന്നുള്ളൊരു വാർത്തയൊക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യയിലെ പല ബിസിനസ്സുകാരും പറയുന്നുണ്ട് ഇന്ത്യൻ യൂത്തിന് ഈ പറഞ്ഞ പോലെ ഒരു വീക്കിലി 70 hours ഒക്കെ തന്നെ വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വാർത്തകൾ വരുമ്പോഴേക്കുമാണ് ഇങ്ങനെ ഒരു ആർട്ടിക്കിളിന്റെ നീഡ് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടും വാർത്തയിൽ വന്നിരിക്കുന്നത്. ബിക്കോസ് ഇന്ത്യയിൽ ഇപ്പം നമ്മൾ ഈ ഡേറ്റ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് നമുക്ക് ഒരുപാട് മെയിൻസിന് വേണ്ടുന്ന ഡേറ്റാസ് നമുക്ക് കാണാൻ സാധിക്കും. ഓൾറെഡി തന്നെ ഈ പറഞ്ഞ പോലെ ഈ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ദ ഹിന്ദു നൽകിയ ഒരു റിപ്പോർട്ട്, റീസെന്റ് റിപ്പോർട്ട് ബൈ ദ ഹിന്ദു റിവീൽസ് ദാറ്റ് ഇന്ത്യൻ വുമൺ ഇൻ പ്രൊഫഷണൽ ജോബ്സ് സച്ച് ആസ് ഓഡിറ്റിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മീഡിയ വർക്ക് മോർ ദാൻ 55 hours പെർ വീക്ക്. ഒരാഴ്ചയിൽ 55 മണിക്കൂറിൽ കൂടുതൽ ഇന്ത്യൻ വുമൺസ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഹിന്ദുവിന്റെ തന്നെ ഈ പറഞ്ഞ പോലെ റിപ്പോർട്ടിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ഏകദേശം 49% ഇന്ത്യൻ വർക്കേഴ്സും സെഡ് വർക്ക് പ്ലേസ് സ്ട്രെസ് നെഗറ്റീവ്ലി ഇമ്പാക്ട്സ് ദെയർ മെന്റൽ ഹെൽത്ത്. അതായത് ഈ പഠനം നടത്തിയ ടോട്ടൽ ഇന്ത്യയിലെ വർക്കേഴ്സിനകത്ത് ഏകദേശം ടോട്ടൽ അല്ല, പഠനം നടത്തിയ ആളുകളിൽ ഏകദേശം 49% ആളുകളും വർക്ക് പ്ലേസുകളിൽ അമിതമായുള്ള സ്ട്രെസ് നേരിടുന്നുണ്ടെന്നും ആൻഡ് ദാറ്റ് ഈസ് നെഗറ്റീവ്ലി ഇമ്പാക്ടിങ് ദെയർ മെന്റൽ ഹെൽത്ത് എന്നുള്ള കാര്യവും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ പറഞ്ഞ എംപ്ലോയീസ് ആണെങ്കിലും എംപ്ലോയീസ് ഫിസിക്കലി ലീവ് ദ ഓഫീസ് ബട്ട് ദേ ഡു നോട്ട് ലീവ് ദെയർ വർക്ക്. മറ്റൊരു കാര്യമായിട്ട് പറയാറുള്ളൂ, ഇപ്പം ഈ ഒരു പോയിന്റ് ആണെങ്കിലും ഈ ഏണസ്റ്റ് ആൻഡ് യങ്ങിൽ വർക്ക് ചെയ്ത ആ ഒരു എംപ്ലോയി ആണെങ്കിലും ഈ പറഞ്ഞ പോലെ വർക്ക് പ്രഷർ എന്ന കാര്യം പറയുമ്പോഴും വേറെ ഒന്നുമല്ല, ഇന്ത്യയിൽ പലപ്പോഴും നമുക്ക് മിക്ക ഓഫീസുകളിലും ഒരു ടൈം അവർ ഉണ്ടാവും. അപ്പം 9 to 5 അല്ലെങ്കിൽ 9 to 4 എന്ന് പറയുന്ന ടൈം ഉണ്ടാവും. പലപ്പോഴും നമ്മുടെ മിക്ക വർക്കുകളും ഈ ടൈമിനുള്ളിലല്ല നിൽക്കാറുള്ളത്. ഇപ്പം 4 PM ആകുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ മീൻസ് ജോലി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാലും ഈവൻ ഈ പറഞ്ഞ പോലെ ആ വർക്കുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ജോലികൾ പിന്നെയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പഠനത്തിനകത്ത് സൂചിപ്പിക്കുന്നത്. ലൈക്ക് ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രകാരം എംപ്ലോയീസ് ഫിസിക്കലി ലീവ് ദർ ഓഫീസ്. അവർ 4 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 5 മണിയാകുമ്പോൾ ഓഫീസിൽ ലീവ് ചെയ്യും, ബട്ട് ദേ ഡു നോട്ട് ലീവ് ദെയർ വർക്ക്. അവരുടെ ജോലി നിർത്തുന്നില്ല എന്നുള്ളതാണ് മെയിൻലി പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴേക്ക് 55 hours എന്നുള്ളത് അതിന് മുകളിലേക്ക് പോകാനായിട്ടുള്ളതാണ് ചാൻസ് വരുന്നത്. അതിന് മെയിൻ പ്രധാനമായിട്ട് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കണക്ഷൻസ് ആണ്. ബിക്കോസ് ഇന്നിപ്പോൾ ടെലിഫോൺ കണക്ഷൻസ് അല്ലെങ്കിൽ മെയിൽ, ഇന്റർനെറ്റ് ഇങ്ങനെയുള്ള കണക്ഷൻസിലൂടെ സ്റ്റിൽ ആഫ്റ്റർ ദെയർ വർക്ക് അവേഴ്സ് അവർ സ്റ്റിൽ അത് വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അത് ടെക്സ്റ്റ് മെസ്സേജസിലൂടെയാകാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇമെയിൽസിലൂടെയാകാം, അല്ലെങ്കിൽ ഫോൺ കോൾസിലൂടെയാകാം. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ആളുകളുടെ ഫിസിക്കൽ സർക്കിളിൽ, ഫിസിക്കൽ സ്പേസിലേക്ക് അവരുടെ വർക്ക് സ്പേസ് എൻ്റർ ചെയ്യുകയും ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കാണ് ആളുകൾക്ക് മെന്റൽ സ്ട്രെസ് വർദ്ധിക്കുന്നത്. ബിക്കോസ് ജോലിയിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല, ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ വർക്കിംഗ് ആളുകളുടെ ഇടയിൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് വർദ്ധിച്ചു വരുന്നു എന്നുള്ള കാര്യവും കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഇവിടെ നമ്മൾ വർക്ക് ചെയ്യണം കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് കഠിനാധ്വാനം ചെയ്യാതെ ഈ പറഞ്ഞ പോലെ ഇന്ത്യക്കാണെങ്കിൽ 2040 തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ഒരു ബെസ്റ്റ് എക്കണോമി ആയിട്ട് ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറണമെങ്കിൽ വർക്കേഴ്സ് അതുപോലെ തന്നെ വർക്ക് ചെയ്യണം. പക്ഷേ ഇവിടെ നമ്മൾ കൃത്യമായിട്ടും വർക്ക് ചെയ്യേണ്ട വർക്കിംഗ് അവേഴ്സിലായിരിക്കണം. വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ടും ആളുകൾക്ക് അതിനനുസരിച്ചുള്ള ഒരു സ്പേസ് കിട്ടിയില്ലെങ്കിലാണ് ഇത്തരത്തിൽ മെന്റൽ ഇഷ്യൂസ് വരികയും ആ മെന്റൽ ഇഷ്യൂസ് തീർച്ചയായിട്ടും അവരുടെ ഭാവി പ്രൊഡക്ടിവിറ്റിയും ബാധിക്കും. അല്ലെ, ഈ പറഞ്ഞ അടുത്ത ദിവസം ആണെങ്കിൽ വർക്കിൽ വരുമ്പോഴത്തെ ആ ഒരു വർക്കിന്റെ പ്രൊഡക്ടിവിറ്റി ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള മെന്റൽ ഇഷ്യൂസുകളൊക്കെ തന്നെ ഒരുപാടധികം ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് ലോകത്ത് പല രാജ്യങ്ങളും അവരുടെ ഈ നമ്മളിപ്പം നേരത്തെ പറഞ്ഞ റൈറ്റ് ടു ഡിസ്കണക്ട്, ഇവിടെയാണ് ടോപ്പിക്കിന്റെ പേര് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വർക്കുമായിട്ട് ഡിസ്കണക്റ്റഡ് ആകുക, ഇതാണ് റൈറ്റ് ടു ഡിസ്കണക്ട്. ഇങ്ങനെ വേണമെന്നുള്ള തിരിച്ചറിഞ്ഞ പല രാജ്യങ്ങളും ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്രഞ്ച്. ഓക്കെ, ദ ഫ്രഞ്ച് സുപ്രീം കോർട്ട് റൂൾ ഇൻ 2001 that an employee is under no obligation to work from home or take home files and working tools. 2001 ഫ്രഞ്ച് സുപ്രീം കോടതി അവിടെ ലേബർ കോർട്ട് വിധിച്ച ഒരു വിധിയാണ്. അവിടുത്തെ ഒരു വർക്കർ ഈ പറഞ്ഞ പോലെ ജോലി കഴിഞ്ഞതിന് ശേഷം വർക്ക് ഫയൽസുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വർക്കിംഗ് ടൂൾസുമായിട്ടോ വീട്ടിൽ പോയി വർക്ക് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല എന്നുള്ളത് ഫ്രഞ്ച് കോടതി അന്ന് പറഞ്ഞിട്ടുണ്ട്. 2001 പറഞ്ഞൊരു കാര്യമാണ്. ഇത് പ്രകാരം തന്നെ ഇതിൻ്റെയൊക്കെ തന്നെ ഭാവി പിന്നീടൊക്കെ ആയിട്ട് പോർച്ചുഗൽ ഈ പറഞ്ഞ പോലെ ദർ ഇസ് റൈറ്റ് ടു ഡിസ്കണക്ട് എന്നുള്ള ലോ തന്നെയുണ്ട്. അതായത് ജോലി കഴിഞ്ഞതിന് ശേഷം വേറെ ആരും ഈ പറഞ്ഞ പോലെ അവരുടെ ജോലി സംബന്ധമായ ഒരു കാര്യമായിട്ട് പോകേണ്ട കാര്യമില്ല. മീൻസ് അവർ റെസ്റ്റ് ടൈം ഈ പറഞ്ഞ പോലെ ഫാമിലി ടൈമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. വിച്ച് മേക്സ് ഇറ്റ് ഇല്ലീഗൽ ഫോർ എംപ്ലോയേഴ്സ് ടു കോൺടാക്ട് എംപ്ലോയീസ് ഔട്ട്സൈഡ് ദ വർക്കിംഗ് അവേഴ്സ്. അത് ജോലി സമയം കഴിഞ്ഞിട്ട് എംപ്ലോയേഴ്സ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ഇല്ലീഗലായിട്ടാണ് പോർച്ചുഗലിൽ കണക്കാക്കുന്നത്. ബിക്കോസ് ദേ ഹാവ് ദ റൈറ്റ് ടു ഡിസ്കണക്ട് എന്നുള്ള ലോ ബേസിക്കലി ഉണ്ട്. അതുപോലെ തന്നെ സ്പെയിനിലാണെങ്കിൽ പറഞ്ഞ പബ്ലിക് വർക്കേഴ്സ് ആൻഡ്
എംപ്ലോയീസ് ഷാൽ ഹാവ് ദ റൈറ്റ് ടു സ്വിച്ച് ഓഫ് ഡിവൈസസ് ഓർഡർ ടു ഗൈഡൻസ്. അതായത് അവിടെ ഈ പറഞ്ഞ സ്പെയിനിലൊക്കെ ആണെങ്കിൽ അവിടെ എംപ്ലോയീസിന് അവരുടെ ജോലി സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഡിവൈസുകൾ മൊബൈൽ ഫോണുകളൊക്കെ ആണെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ടുള്ള അധികാരം വരെ എവിടെയുണ്ട്, സ്പെയിനിലുണ്ട്. സോ അങ്ങനെ ബിക്കോസ് അവർക്ക് ആ ഒരു ടൈം ഈ പറഞ്ഞ ടൈം ഓഫ് ആയിട്ട് ലീവായിട്ട് ഹോളിഡേയ്സ് ഒക്കെ ആണെങ്കിലും പോകുമ്പോഴേക്കും അവരുടെ ആ ഒരു ഒഫീഷ്യൽ ഫോണും കാര്യങ്ങളൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോകാനായിട്ടുള്ള നിയമം എവിടെയുണ്ട്, സ്പെയിനിലുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പോയിന്റ് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ അതേപോലെ ഓസ്ട്രേലിയൻ പാർലമെന്റ് റീസെന്റ് പറഞ്ഞ ദിസ് ഇയർ ഈ വർഷമാണ് ഓസ്ട്രേലിയൻ പാർലമെന്റ് ഫെയർ വർക്ക് ലെജിസ്ലേഷൻ അമെന്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വിച്ച് ഗേവ് എംപ്ലോയീസ് റൈറ്റ് ടു ഡിസ്കണക്ട് ഫ്രം വർക്ക് ഔട്ട്സൈഡ് ദ വർക്കിംഗ് അവേഴ്സ്. ഇതെല്ലാം ഒരേ സെയിം തീം പറയുന്നത്, ആ റൈറ്റ് ടു ഡിസ്കണക്ട് എന്നുള്ള തീമാണ് മെയിൻലി പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഈ പറഞ്ഞ ഫ്രാൻസിൽ, പോർച്ചുഗലിൽ, അതുപോലെ സ്പെയിനിൽ, ദെൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓസ്ട്രേലിയയിൽ, ദെൻ ലേറ്റസ്റ്റ് എന്ന് പറയുന്ന അയർലൻഡാണ്. അയർലൻഡിലും ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ തന്നെയുണ്ട്. ഇവിടങ്ങളിലാണ്. ഇന്ത്യയിൽ നമ്മൾ നിലവിൽ പറയുവാണെങ്കിൽ അങ്ങനെ ഒരു നിയമം ബേസിക്കലി ഇല്ല. ഇന്ത്യയിൽ റീസെന്റ് 2018 പറയാൻ പറ്റും, 2018 അന്നത്തെ ഒരു MP സുപ്രിയ സൂലെ ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു നിയമം വേണമെന്നുള്ളതിനെ കുറിച്ചിട്ട് പ്രൈവറ്റ് മെമ്പർ ബില്ലായിട്ട് ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ദൗർഭാഗ്യവശാൽ ഈ പറഞ്ഞ പോലെ റദ്ദാക്കി പോവുകയാണ് ചെയ്തത്, പാസ്സായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ത്യയിൽ നിലവിൽ അങ്ങനെ ഒരു റൈറ്റ് ടു ഡിസ്കണക്ട് എന്നുള്ള നിയമവും ഇല്ല. പക്ഷേ ഇതിന്റെ ട്രേസസ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കാണാൻ സാധിക്കും. ലൈക്ക് ഇൻ ആർട്ടിക്കിൾ 38 കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്, ദ സ്റ്റേറ്റ് ഷാൽ സ്ട്രൈവ് ടു പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് പീപ്പിൾ. സ്റ്റേറ്റ് വെൽഫെയർ ഓഫ് പീപ്പിളിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഈ പീപ്പിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് വർക്കേഴ്സും കൂടി ഇൻക്ലൂഡ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അതുപോലെ ആർട്ടിക്കിൾ 39E സബ് ക്ലോസ് ഇ എന്നുള്ള DPSPയുടെ ആർട്ടിക്കിൾ പ്രകാരം ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ സ്റ്റേറ്റ് ടു ഡയറക്ട് ഇറ്റ് പോളിസി ടുവേർഡ്സ് സെക്യൂറിംഗ് ദ സ്ട്രെങ്ത് ആൻഡ് ഹെൽത്ത് ഓഫ് ഇറ്റ്സ് വർക്കേഴ്സ്. സ്റ്റേറ്റിന് പറഞ്ഞ പോലെ അവിടുത്തെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ആരോഗ്യവും അതുപോലെ ഹെൽത്തും അതൊക്കെ പറഞ്ഞാൽ ശ്രദ്ധിക്കാനായിട്ടുള്ള ഇതുണ്ട് എന്നുള്ളതും ആർട്ടിക്കിൾ 39E അത് പറയുന്നുണ്ട്. ഇതൊക്കെ പ്രകാരമാണ്, ഈ ഒരു ആർട്ടിക്കിൾസിന്റെ ഒക്കെ തന്നെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതിയുടെ പല പല വിധികൾ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണം പറയാം, വിശാഖ ഗൈഡ്ലൈൻസ്, അതായത് വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ 1997 കേസാണ്. ഈ കേസിനകത്താണ് റൂൾ ചെയ്ത് സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് ദ വർക്ക് പ്ലേസ് വയലേറ്റ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഇറ്റ് റെക്കഗ്നൈസ് റൈറ്റ് ടു ഡിഗ്നിറ്റി അറ്റ് ദ വർക്ക് പ്ലേസ്. റൈറ്റ് ടു ഡിഗ്നിറ്റി അറ്റ് വർക്ക് പ്ലേസ് ഒക്കെ റെക്കഗ്നൈസ് സുപ്രീം കോടതി പ്രധാനപ്പെട്ട വിധിയായിരുന്നു ഈ വിശാഖ ഗൈഡ്ലൈൻസ് അഥവാ വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ ഓഫ് 1997 കേസ്. ഇത് പ്രകാരമാണ് റൈറ്റ് ടു ഡിഗ്നിറ്റി അറ്റ് വർക്ക് പ്ലേസ് വന്നു. ആൻഡ് ഇറ്റ് ഇഷ്യൂഡ് ഗൈഡ്ലൈൻസ് ടു എൻഷുർ ദാറ്റ് ദർ ഇസ് എ സേഫ് വർക്കിംഗ് എൻവയോൺമെന്റ് ഫോർ വുമൺ ആൻഡ് ജെൻഡർ ഇക്വാളിറ്റി. സേഫ് വർക്കിംഗ് എൻവയോൺമെന്റ് സ്ത്രീകൾക്കും അതുപോലെ ജെൻഡർ ഇക്വാളിറ്റിയും തൊഴിലിടങ്ങളിൽ ഉണ്ട് എന്ന് ഉറപ്പാക്കാനായിട്ട് വന്നൊരു കേസായിരുന്നു ആ ഒരു വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ കേസ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഡിസേബിൾഡ് ആയിട്ട് ആളുകൾക്കും ഇത്തരത്തിൽ നോർമൽ ആയുള്ള ആളുകളുടെ എല്ലാ റൈറ്റുകളും ഉണ്ട്, ജോലി സ്ഥലങ്ങളിൽ എല്ലാ റൈറ്റും ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് ആർട്ടിക്കിൾ 14 കീഴിൽ അത് വന്നത് രവീന്ദ്ര കുമാർ ധരിവാൾ വേഴ്സസ് അതേഴ്സ് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 2021. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഡിസേബിൾഡ് ആയിട്ട് ആളുകൾക്കും ട്രീറ്റ് ചെയ്യണം, ഈക്വലി അവരെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു വിധി വന്നിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ നോർമലി ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു നിയമമായിട്ട് ആസിസ് നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു. ഇപ്പം ലേറ്റസ്റ്റ് ഇതിനൊരു എക്സാമ്പിളാണ്, ഇവയിൽ ജോലി ചെയ്തൊരു എംപ്ലോയി ഒരു എക്സാമ്പിൾ മാത്രമാണ്. അത് ഇനി ആവർത്തിക്കത്തില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. വി നീഡ് ടു വർക്ക് ഹാർഡ്. നമുക്ക് വർക്ക് ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യണം. അത് ആ വർക്കിംഗ് അവേഴ്സിലായിരിക്കണം, കമ്പനിയുടെ ആ വർക്കിംഗ് അവേഴ്സിന്. അതിനുശേഷം റെസ്റ്റ് നമ്മുടെ ആ ഒരു പേഴ്സണൽ ടൈം ആ ഒരു ടൈമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് വരുന്നത്. ബിക്കോസ് ദർ ഇസ് എ കൺക്ലൂസീവ് ലിങ്ക് ബിറ്റ്വീൻ ഹാപ്പിനെസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഹാപ്പിനെസ്സും പ്രൊഡക്ടിവിറ്റിയും തമ്മിൽ അഭേദ്യമായുള്ള ബന്ധമുണ്ട്. അത് രണ്ടും കൃത്യമായിട്ട് പോയെങ്കിലേ ഉള്ളൂ വർക്കേഴ്സിനാണെങ്കിലും കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാൻ പറ്റുള്ളൂ, കമ്പനീസ് ആണെങ്കിലും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ട് മാറാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു തേർഡ് ലാർജസ്റ്റ് എക്കണോമി ബൈ 2030 എന്നുള്ള ഡ്രീം, അല്ലെങ്കിൽ 2047 ഡെവലപ്ഡ് എക്കണോമി എന്നുള്ള ഡ്രീം ഒക്കെ തന്നെ ഹാമ്പർ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് ബേസിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. ദെൻ അടുത്ത ലാസ്റ്റ് ആർട്ടിക്കിളാണ്, ഇന്ത്യ യൂസ്ഡ് 114 mg ഓഫ് ആന്റിബയോട്ടിക്സ് ഫോർ എവറി kg ഓഫ് മീറ്റ് ഇൻ 2020 എന്നുള്ളതാണ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ പൗൾട്രി ഇൻഡസ്ട്രീസിൽ പൗൾട്രി ആനിമൽസിൽ ഈ പറഞ്ഞ ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്ന രാജ്യങ്ങൾ 190 രാജ്യങ്ങളിൽ 30ാമത്തെ സ്ഥാനം ഇന്ത്യക്കുള്ളൂ. അത് ചെറിയൊരു നമ്പർ അല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഇന്ത്യയിൽ നമ്മൾ ഇപ്പം ഇതിനകത്ത് ഇപ്പം ഇന്ത്യയിലെ നിലവിലെ കണക്ക് പ്രകാരം നമ്മൾ ചിക്കൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു അളവാണ് മെയിൻലി വന്നിരിക്കുന്നത്. 114 mg ഈ പറഞ്ഞ പോലെ mg ഓഫ് ആന്റിബയോട്ടിക്സ് നമ്മൾ ചിക്കൻ മീറ്റ്സിൽ മാത്രമായിട്ട് ഇന്ത്യ ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്കി പറഞ്ഞ മീറ്റ് ഐറ്റംസിന്റെ കാര്യത്തിലുള്ള ഡേറ്റ പൊതുവിൽ വന്നിട്ടില്ല. പക്ഷെ ഇവിടെ ഗ്ലോബലി ഉള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിന് മുമ്പാകെ തന്നെ നമ്മൾ ഒരു കാര്യം അറിയണം, എന്തിനാണ് ഇത്തരത്തിൽ ഇപ്പോൾ പൗൾട്രി ഇൻഡസ്ട്രീസിൽ കൂടുതലായിട്ടും ഇവർ ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നത്. ഒന്ന് നമുക്കറിയാം, ആന്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ നമ്മളാണെങ്കിലും കഴിക്കുന്ന എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴേക്കും അസുഖങ്ങൾ മാറ്റാനായിട്ട്. അതുപോലെ തന്നെയാണ് പൗൾട്രി ഇൻഡസ്ട്രീസിൽ ഈ പറഞ്ഞ പോലെ ആനിമൽസിൽ ഈ പറഞ്ഞ ഡിസീസുകളൊന്നും വരാതിരിക്കാനായിട്ടൊക്കെയാണ് ഇവർ ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിന്റെ ഓവർ യൂസ് ആണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ ഫാമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അവിടങ്ങളിൽ ചെറിയ സ്പേസിലാണ് ഇതുപോലെയുള്ള ചിക്കൻസിനെയും അല്ലെങ്കിൽ പിഗ്സ്, കാറ്റിൽസ് ഇതെല്ലാം
എല്ലാം വളർത്തുന്നത്. പക്ഷേ ഇതിന് സ്പേസ് കൊടുത്ത് വളർത്തേണ്ടവയാണ്. അപ്പോൾ സ്പേസ് ഇല്ലാതെ ചെറിയ ലിമിറ്റഡ് സ്പേസിൽ വളർത്തുമ്പോഴേക്കും ഇവയ്ക്കിടയിൽ ഈ പറഞ്ഞ പോലെ അസുഖങ്ങളൊക്കെ പരക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ആന്റിബയോട്ടിക്സ് കൂടുതൽ കൊടുക്കുന്നത്. പിന്നെ മിൽക്കിന്റെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട്, മീറ്റിന്റെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ടൊക്കെ തന്നെ വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്കുകൾ ഒരുപാടധികം ഫാമിംഗ് ഇൻഡസ്ട്രീസിൽ, മീൻസ് ഇതുപോലുള്ള പൗൾട്രി ഇൻഡസ്ട്രീസിൽ ഒരുപാടധികം ഉപയോഗിക്കാറുണ്ട്. ഗ്ലോബലി ഈ പറഞ്ഞ പോലെ പറയപ്പെടുന്നത് നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആന്റിബയോട്ടിക്കുകളിൽ ഏകദേശം 70% ആന്റിബയോട്ടിക്കുകൾ ഫാം ആനിമൽസിന് കൊടുക്കാനെന്നാണ് പറയുന്നത്. 70% ഓഫ് ആന്റിബയോട്ടിക്സ് ഇസ് ഗിവൺ ടു ഫാം ആനിമൽസ്. ഇവിടെ 100 ആന്റിബയോട്ടിക്സ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, 70 ഫാം ആനിമൽസിനാണ്, ബാക്കി 30 മാത്രമേ ഉള്ളൂ മനുഷ്യർക്കായിട്ട് പോരുന്നുള്ളൂ. അപ്പം ഏറ്റവും കൂടുതൽ ആന്റിബയോട്ടിക്സ് എവിടെയാണ് കൺസ്യൂം ചെയ്യുന്നത്? ഫാമിംഗ് മേഖലയിലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്മോൾ സ്പേസിൽ ആനിമൽസിൽ റിയർ ചെയ്യുമ്പോഴത്തേക്കുമുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാനായിട്ട്, അവരുടെ ആരോഗ്യം നോക്കാനായിട്ട്, അവർക്ക് ഈ പറഞ്ഞ പോലെ മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ടും മീറ്റ് പ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് അൾട്ടിമേറ്റ്ലി ഈ ഇത്തരത്തിൽ ആന്റിബയോട്ടിക്കുകൾ കുത്തിവെച്ചിട്ട് അല്ലെങ്കിൽ ആന്റിബയോട്ടിക്കുകൾ കൊടുത്ത് വളർത്തുന്ന മീറ്റ് പ്രൊഡക്ട്സ് ലാസ്റ്റ് കൺസ്യൂം ചെയ്യുന്ന ഹ്യൂമൻസ് ആണ്. അപ്പോൾ നമ്മുടെ ശരീരത്തേക്കും ഈ ആന്റിബയോട്ടിക്സ് കയറി വരുന്നുണ്ട്. സോ അങ്ങനെ വരുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പം നമുക്ക് നിലവിൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാകുന്നത്. AMR അഥവാ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. ആന്റിബയോട്ടിക്കുകൾ ഓവർ യൂസേജ് കാരണമാണ്. ബിക്കോസ് ബാക്ടീരിയയെ വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ ബാക്ടീരിയസിനൊന്ന് റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാതെ വരുന്നൊരു പ്രശ്നമാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരത്തിലുള്ള ആന്റിബയോട്ടിക്കുകൾ ഉപയോഗം വളരെ കൂടുതലായതുകൊണ്ടിട്ടാണ്. ഇവിടെ നമുക്ക് ഗ്ലോബലി ഉള്ള 1-2 ഡേറ്റ കാണാം. ഗ്ലോബലി നോക്കുവാണെങ്കിൽ ഏറ്റവും കുറവ് ആന്റിബയോട്ടിക്സ് കൊടുക്കുന്നത് ചിക്കൻസിലാണ്. 35 mg മാത്രമേ ഉള്ളൂ. ഗ്ലോബലി ഡേറ്റയാണ്, ഇന്ത്യയുടെ അല്ല, ഗ്ലോബൽ ഡേറ്റ. കാറ്റിൽസിൽ 60 mg, പിഗ്സിൽ 173 mg. ഏറ്റവും കൂടുതൽ ഗ്ലോബലി ഉപയോഗിക്കുന്നത് ഷീപ്സിലാണ്. 243 mg ഒക്കെയാണ് കൊടുക്കുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഗ്ലോബലി രണ്ടാമത്തെ ഈ ചാർട്ടിനകത്ത് നമുക്ക് ഗ്ലോബൽ ഒരു മാപ്പ് കാണാൻ സാധിക്കും. ഇതിൽ റെഡ് കളർ സൂചിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ അല്ലേ 200 mg ഒക്കെയാണ്. അത് നോക്കി ആ മാപ്പ് വെച്ച് ഏകദേശം നമുക്ക് പറയാൻ പറ്റുക ചൈനയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ആന്റിബയോട്ടിക്കുകൾ ഉപയോഗം വരുന്നത്. തൊട്ട് താഴെ തന്നെ ഇന്ത്യയുടെ ഒക്കെ തന്നെ ആ ഗ്രാഫ് അവിടെ നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ആ ലൈറ്റ് ബ്ലൂ എന്നുള്ളതൊക്കെയാണ് ഏറ്റവും താരതമ്യേന കുറവെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ ഒക്കെ തന്നെ താരതമ്യേന കുറവാണ്. ദാറ്റ്സ് യൂഷ്വലി ഈ പറഞ്ഞ പോലെ യൂറോപ്യൻ കൺട്രീസ് ഒക്കെയാണ്. യൂറോപ്യൻ കൺട്രീസിലും അതുപോലെ യൂറോപ്യൻ കൺട്രീസിനോട് ആഫ്രിക്കയിലുണ്ട്. രണ്ട് സെനാരിയോ ആണ്. യൂറോപ്യൻ കൺട്രീസിൽ ബെറ്റർ ആയിട്ട് ഇപ്പം നമുക്ക് ആന്റിബയോട്ടിക്സ് കംപ്ലീറ്റ്ലി നിർത്താൻ പറ്റത്തില്ല. ബിക്കോസ് അത് മനുഷ്യർക്കും ആവശ്യമുണ്ട്, ഫാമിംഗ് മേഖലയിൽ അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് ലിമിറ്റ് ചെയ്ത ആവശ്യമാണ്. ഓവർ യൂസേജ് ആണ് പ്രശ്നം ഇരിക്കുന്നത്. യൂറോപ്യൻ കൺട്രീസിൽ കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട് ഇതിന്റെ ഓവർ യൂസുകൾ തടയാനായിട്ടും അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ടും. അപ്പം അതുകൊണ്ടിട്ടാണ് അവിടങ്ങളിൽ ഇത്തരത്തിൽ ആന്റിബയോട്ടിക്കുകൾ ഫാമിംഗ് മേഖലയിൽ ഒരുപാടധികം ഉപയോഗിക്കാത്തത്. ആഫ്രിക്കൻ കൺട്രീസിൽ അധികം ഉപയോഗിക്കാത്തതിന്റെ കാരണം മെയിൻലി ഇതിന് അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട്, അവിടെ മരുന്ന് നിർമ്മാണം അവൈലബിലിറ്റി പറഞ്ഞ പോലെ വളരെ കുറവായതുകൊണ്ടിട്ടാണ് അവിടങ്ങളിൽ പ്രധാനമായിട്ട് ഇവർ അധികം ഉപയോഗിക്കാതിരിക്കുന്നത്. ബട്ട് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഇത് ഒരുപാട് കൂടുതലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇത് കൃത്യമായിട്ട് കുറച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ മനുഷ്യർക്ക് ആരോഗ്യമാണെങ്കിൽ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആളുകൾ അസുഖത്തിൽ വരാനായിട്ടും അത് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഡെത്ത് ഒക്കെ കോസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. സോ ഇതാണ് നമ്മൾ മെയിൻലി മനസ്സിലാക്കേണ്ടത്. മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് പോയിന്റ് ആയിട്ട് ഓർത്തിരുന്നാൽ മതി. എത്രത്തോളം ആന്റിബയോട്ടിക്കുകൾ ഒരു വർഷം ഇന്ത്യയിലെ മീറ്റിലുണ്ട്, 114 mg ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഓക്കെ, സോ ദെൻ ലാസ്റ്റ് നമ്മുടെ ഒരു MCQ ആണ്. നമ്മൾ നേരത്തെ പഠിച്ച RBI ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട RBIയുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതൊരു PYQ കൂടിയാണ്. 2021 UPSC ചോദിച്ചൊരു PYQ ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് 3 സ്റ്റേറ്റ്മെന്റ് വായിച്ചു കഴിഞ്ഞാൽ ആൻസർ പെട്ടെന്ന് പിടികിട്ടിക്കോളും. ആൻസർ കൃത്യമായിട്ട് കറക്റ്റ് ആൻസർ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്